കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു കഥ പഠിക്കാൻ പോവാം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് മടങ്ങിവരവ് എന്നുള്ളതാണ്. ഈ കഥയിൽ ഒരു കൊച്ചു കൂട്ടുകാരനുണ്ട്, ജബ്ബേസ് എന്നാണ് അവൻ്റെ പേര്. ജബ്ബേസിൻ്റെ വീട്ടിൽ അവന് മമ്മിയുണ്ട്, പപ്പയുണ്ട്, ജബ്ബേസുണ്ട്. ഇവർ 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ജബ്ബേസിൻ്റേത്. വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം. ആത്മീയമായിട്ടൊക്കെ ഒത്തിരി ജബ്ബേസിനെ അവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ജബ്ബേസ് നല്ല കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ജബ്ബേസ്. ഒരു ദിവസം ജബ്ബേസ് തൻ്റെ പേരൻസ് അറിയാതെ തന്നെ അവൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ കൂടി നടക്കാറുണ്ടായിരുന്നു. ആ പേരൻസിനോട് പറയാതെ തന്നെ അവൻ കൂട്ടുകാരുടെ കൂടെ പോവുകയും അങ്ങനെ ചില കൂട്ടുകാർക്കുള്ള അഴുക്ക് സ്വഭാവങ്ങളൊക്കെ ജബ്ബേസിന് പതുക്കെ പതുക്കെ കിട്ടിത്തുടങ്ങി. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അതൊന്നും പേരൻസ് അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ നാട്ടിലെ ഒരു വലിയ പ്രമാണിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജബ്ബേസിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ജബ്ബേസിൻ്റെ മാതാപിതാക്കളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിപ്രകാരമായിരുന്നു: തൻ്റെ വസ്തുവിൽ കുറേ തെങ്ങുണ്ട്, ആ തെങ്ങുകളിൽ ഉണ്ടാകുന്ന കരിക്ക് കുറേ നാളുകളായിട്ട് ഇങ്ങനെ മോഷണം പോകുന്നു. അപ്പം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ മനുഷ്യൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് ഈ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം 3 പേര് അദ്ദേഹത്തിൻ്റെ പിടിയിൽപ്പെട്ടു. ഈ 3 പേരിൽ ഒരാൾ ജബ്ബേസാണ്. അപ്പം ആ വിവരം ജബ്ബേസിൻ്റെ മാതാപിതാക്കളെ അറിയിക്കാനാണ് ഈ മനുഷ്യൻ ഈ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹം വന്നു, ജബ്ബേസിൻ്റെ മാതാപിതാക്കളെ വിളിച്ചു. ജബ്ബേസിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എൻ്റെ പറമ്പിലെ തെങ്ങുകളിൽ ഉണ്ടാകുന്ന കുറേ കരിക്കുകൾ ഈ ദിവസങ്ങളിൽ മോഷണം പോകുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ആ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. 3 പേരെ എനിക്ക് കിട്ടി. അതിലൊരാൾ നിങ്ങളുടെ മകൻ ജബ്ബേസ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് കേട്ടതും ജബ്ബേസിൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര വിഷമം തോന്നി. അവർ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ജബ്ബേസ് എന്ന് പറയുന്ന മോൻ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് ആ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സങ്കടം തോന്നി. അവരൊത്തിരി വിഷമിച്ചു. ആ മനുഷ്യനോട് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ മോൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, അവൻ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ യഥാർത്ഥമായിട്ട് ആ മനുഷ്യൻ ജബ്ബേസിനെ കണ്ടുപിടിച്ചത് കൊണ്ട് അത് ജബ്ബേസ് ആണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ജബ്ബേസിൻ്റെ വീട്ടുകാർക്കുള്ള ആ ആത്മീയ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ ഈ നാട്ടിലെ പ്രമാണിക്ക് വളരെ അറിയാവുന്നതായതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജബ്ബേസിനോട് ക്ഷമിച്ചിരിക്കുകയാണ്, അവൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുകയാണ്. ഞാൻ അവന് വേണ്ടിയിട്ട് നിങ്ങളോട് ജസ്റ്റ് അവനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം നിങ്ങളോട് അറിയിച്ചത്. എൻ്റെ പറമ്പിലെ തെങ്ങിൽ നിന്നും മോഷണം പോയ ആ കരിക്കൊക്കെ അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ജബ്ബേസിനോട് ക്ഷമിച്ചിരിക്കുകയാണ്. പല ആൾക്കാരും എന്നോട് പറഞ്ഞു ഇവന് കേസ് കൊടുക്കണമെന്നൊക്കെ. പക്ഷേ ഞാൻ ജബ്ബേസിനോട് ക്ഷമിച്ചിരിക്കുകയാണ്. അവനെ നമുക്ക് ഉപദേശിച്ച് നല്ല കുഞ്ഞാക്കി എടുക്കണം, അത്രേ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞു. ഈ കാര്യം ജബ്ബേസ് കേട്ടിട്ട് ഓടി വന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു. അവൻ്റെ പപ്പയുടെയും അമ്മയുടെയും ഒക്കെ മുമ്പിൽ അവൻ ഒത്തിരി വിഷമിച്ച് കരഞ്ഞു. അവൻ ചെയ്തു പോയ തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജബ്ബേസ് പപ്പയോടും അമ്മയോടും അതുപോലെ ഈ വന്ന പ്രമാണിയോടും ഒക്കെ അവൻ ക്ഷമ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാനിനി അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജബ്ബേസ് ഒത്തിരി അവരോട് ക്ഷമ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മോനെ, ഇനി മോൻ അങ്ങനൊന്നും ചെയ്യരുത്, തെറ്റുകളൊന്നും ചെയ്യരുത്, മോഷ്ടിക്കരുത്, അതുപോലെ പന്ന കൂട്ടുകാരുമായിട്ടൊന്നും കൂട്ടുകൂടി നടക്കരുത്, ഇതൊക്കെ തെറ്റാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് മോൻ ഇനി അങ്ങനൊന്നും ചെയ്യരുത്, നല്ല കുഞ്ഞായിട്ട് വളരണമെന്നൊക്കെ പറഞ്ഞ് അവനെ ഒത്തിരി ഉപദേശിച്ചപ്പോൾ അവന് ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു. അന്ന് മുതൽ അവൻ ആ പഴയ ലൈഫൊക്കെ വിട്ടിട്ട് അവനൊരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ ജബ്ബേസ് അന്ന് മുതൽ ഒരു നല്ല കുട്ടിയായി, നല്ലൊരു ദൈവ പൈതലായിട്ട് മുമ്പോട്ട് പോയി. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു വാക്യം പഠിക്കാം. അതായത് ഒരു വീട്ടിൽ നിന്ന് 2 പുത്രന്മാരുള്ള ഒരു വീട്ടിൽ ഇളയ മകൻ എല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സ്വത്തും വാങ്ങി ദൂരദേശത്തേക്ക് പോയി ദൂരത്തടിച്ച് ജീവിച്ചു. അവസാനം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൻ അപ്പനോട് ചെയ്ത തെറ്റ് മനസ്സിലാക്കി മടങ്ങി വന്നതുപോലെ ആ ഒരു ബൈബിൾ സ്റ്റോറി ആസ്പദമാക്കിയിട്ട് നമ്മൾ ഒരു വാക്യം പഠിക്കാൻ പോവാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം: ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യം നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഒന്നുകൂടെ റെഫറൻസ് പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഈ വാക്യം നിങ്ങൾ എല്ലാവരും പഠിക്കണം.
നമ്മൾ ഇന്ന് പഠിച്ച കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ മമ്മിയും പപ്പയൊന്നും അറിയാതെ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, പേരൻസിനോട് ഏറ്റുപറയുക, ദൈവസന്നിധി പ്രാർത്ഥിക്കുക. അപ്പനെയും അമ്മയും പറ്റിച്ച് തെറ്റുകളൊന്നും ചെയ്യാതെ നല്ല കുട്ടികളായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.